ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിലെ ഉന്തിലും തള്ളിലും പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 10 ലക്ഷം വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്കായി RCB കെയേഴ്സ് എന്ന പേരിൽ സഹായ ഫണ്ട് രൂപീകരിക്കും. IPL ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് തോൽപ്പിച്ച് 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിരീടം ചൂടിയ RCBയുടെ വിജയാഘോഷത്തിന്റെ മാറ്റു കുറയ്ക്കുന്നതായിരുന്നു ബുധനാഴ്ചത്തെ ദുരന്തം. ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പിഴവാണ് 11 പേരുടെ മരണത്തിന് ഇടയാക്കിയത്. 50ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. പാസ് വച്ച് പരിപാടി നിയന്ത്രിച്ചെങ്കിലും വൻ ജനക്കൂട്ടമാണ് വേദിക്ക് സമീപം എത്തിയത്. ദുരന്തം തങ്ങൾക്ക് വലിയ മനോവേദന ഉണ്ടാക്കിയെന്ന് പറഞ്ഞ RCB മാനേജ്മെന്റ് മരിച്ചവരോടുള്ള ആദരസൂചകമായി 11 കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയാണെന്ന് വ്യാഴാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു. പുറത്ത് ദുരന്തം നടന്നിട്ടും സ്റ്റേഡിയത്തിന് അകത്ത് വിജയാഘോഷം തുടർന്നതിന് എതിരെ വിമർശനം ഉയർന്നിരുന്നു. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന മണിക്കൂറുകൾക്ക് ശേഷം പുറത്തിറക്കുന്നതിന് മുമ്പ് ആരാധകർ ടീമിനെ വരവേൽക്കുന്ന വീഡിയോ RCB പുറത്തുവിട്ടതും വിമർശനം ക്ഷണിച്ചു വരുത്തി. ഇതാണ് ശുദ്ധമായ സ്നേഹത്തിന്റെ സ്വീകരണം എന്ന കുറിപ്പോടെയുള്ള വീഡിയോ വിമർശനത്തെ തുടർന്ന് പിന്നീട് പിൻവലിച്ചു. വിജയാഘോഷ പരേഡ് നടത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച RCB പിന്നീട് അത് പിൻവലിച്ചതും ആരാധകർക്ക് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് കർണാടക സർക്കാരും പ്രഖ്യാപിച്ചു. ബംഗളൂരു അർബൻ ഡെപ്യൂട്ടി കമ്മീഷണർ നടത്തുന്ന മജിസ്റ്റീരിയൽ അന്വേഷണം 15 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തിക്കും തിരക്കും കാരണമുണ്ടായ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. പ്രിയപ്പെട്ട ടീം 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം IPL കിരീടം സ്വന്തമാക്കിയത് ആഘോഷിക്കാനെത്തിയ പലരും അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തത്തിൽ പകച്ചുപോയി. പലർക്കും തിക്കിലും തിരക്കിലും സാരമായി പരിക്കേറ്റു. തിക്കിലും തിരക്കിലും ഒപ്പം എത്തിയവരെ കാണാതായതിനെ തുടർന്ന് ആശുപത്രിയിൽ തിരഞ്ഞു നടക്കുന്നവരെയും ബുധനാഴ്ച ബംഗളൂരുവിൽ കാണാതായി. 11 പേർക്കാണ് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ബുധനാഴ്ചയുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. 47 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്നലെ ഉച്ചയോടെയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചത്. ഗേറ്റ് തുറന്ന പാടെ ജനക്കൂട്ടം അകത്തേക്ക് ഓടിക്കയറുകയായിരുന്നു. ഇതിനിടയിൽ പലരും താഴെ വീണു. അവരുടെ ശരീരത്തിൽ കൂടി പലരും കടന്നുകയറി ഓടുകയായിരുന്നു. 14കാരിയടക്കം 11 പേരാണ് ഇന്നലെ മരിച്ചത്. 11 പേരുടെ മരണത്തിന് ഇടയാക്കിയത്. 50ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. പാസ് വച്ച് പരിപാടി നിയന്ത്രിച്ചെങ്കിലും വൻ ജനക്കൂട്ടമാണ് വേദിക്ക് സമീപം എത്തിയത്. ദുരന്തം തങ്ങൾക്ക് വലിയ മനോവേദന ഉണ്ടാക്കിയെന്ന് പറഞ്ഞ RCB മാനേജ്മെന്റ് മരിച്ചവരോടുള്ള ആദരസൂചകമായി 11 കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയാണെന്ന് വ്യാഴാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു.